നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം കോളിഫ്ലവർ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 സ്പൂണോളം കടലമാവ്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ശേഷം കുറച്ച് മൈദ, വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാവുന്നതിനാവുമ്പോഴേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉടഞ്ഞു പോകരുത്, അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇട്ടിട്ടോ. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇച്ചിരി വെളിച്ചെണ്ണ മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വേപ്പില വെറുതെയാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് ഇതിവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്താത്തൊരു